പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിന് പിന്നാലെ LDF ഭരിക്കുന്ന ഓമല്ലൂർ സർവീസ് സഹകരണ ബാങ്കും പ്രതിസന്ധിയിലേക്ക്. നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബാങ്കിന് മുൻപിലേക്ക് നിക്ഷേപക്കാരുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. സഹകരണ ഓഡിറ്റ് റിപ്പോർട്ടിൽ 40 കോടി രൂപയാണ് ഓമല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നഷ്ടം. നിലവിൽ നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളതെന്ന് ബാങ്കിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ പോലും തങ്ങളുടെ നിക്ഷേപം തിരികെ നൽകാൻ ബാങ്കിന് കഴിയുന്നില്ലെന്നും അതിരൂക്ഷമായ പ്രതിസന്ധി മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ഭരണസമിതിയും ജീവനക്കാരും ഇപ്പോഴും നടത്തുന്നതെന്നും നിക്ഷേപകർ ആരോപിച്ചു. വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും ചെറിയ തുകകൾ നൽകാമെന്നറിയിച്ചിരുന്നെങ്കിലും ആർക്കും നൽകിയിട്ടില്ല. നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിന്റെ പേരിൽ മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, രോഗികളായവരുടെ തുടർ ചികിത്സ എന്നിവ മുടങ്ങിയ സാഹചര്യങ്ങളുണ്ടെന്നും നിക്ഷേപകൻ കെ സജീവ് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നിക്ഷേപകർ പല പ്രാവശ്യം കൂട്ടത്തോടല്ല ഇൻഡിവിജ്വലായിട്ട് പല ആവശ്യങ്ങൾക്കും ഇവരെ പോയി സമീപിച്ചപ്പോൾ പൈസ കൊടുക്കാതെയായി. ഇപ്പം വന്നിട്ടുള്ള ഏകദേശം 100ഓളം നിക്ഷേപകരൊക്കെ നമുക്ക് മനസ്സിലാകും. അവരെല്ലാം ആവലാതികൾ ഇത് തന്നെയാണ്. കൂടുതലും നിക്ഷേപകർ പ്രായമുള്ളവരാണ്. അവർക്ക് മരുന്നിനും ബാക്കിയുള്ള ആവശ്യത്തിനുള്ള പൈസയാണ് കിട്ടേണ്ടത്. ഇവർ വളരെ ധാർഷ്ട്യത്തോടാണ് സാറേ പെരുമാറുന്നത്. നമ്മുടെ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നാൽ നിങ്ങളൊന്ന് മേടിച്ചോ, ഞങ്ങളുടെ ഇന്നൊന്ന് മേടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മേടിച്ചോ, ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. ബാങ്കിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന റബ്ബർ പ്രോസസിംഗ് യൂണിറ്റ്, റബ്ബർ സംഭരണ കേന്ദ്രം, വളം ഡിപ്പോ, ഗ്യാസ് ഏജൻസി എന്നിവ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ അധ്യക്ഷനായ ബാങ്കിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ജീവനക്കാരുടെ കെടുകാര്യസ്ഥതയും ഭരണസമിതിയുടെ ഉത്തരവാദിത്തക്കുറവുമാണെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. പ്രതിസന്ധിയെ തുടർന്ന് നിക്ഷേപകരുടെ യോഗം ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയായിരുന്നു. ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, സ്ഥലം MLA-യും മന്ത്രിയുമായ വീണ ജോർജ്, സഹകരണ മന്ത്രി, കളക്ടർ, ജോയിന്റ് രജിസ്ട്രാർ, SP, ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ബാങ്ക് പ്രസിഡന്റ്, ബാങ്ക് സെക്രട്ടറി എന്നിവർക്ക് 1 മാസം മുൻപ് നിവേദനം നൽകിയിരുന്നു. എന്നിട്ടും തുടർ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി നിക്ഷേപകർ രംഗത്തെത്തിയത്. അടുത്ത ദിവസം ജില്ലയിൽ നടക്കുന്ന നവകേരള സദസ്സിൽ പരാതി നൽകുകയാണ് അടുത്ത നീക്കം. തുടർന്നും നടപടികളൊന്നുമായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെ മറ്റ് സമര രീതികളിലേക്ക് പോകാനാണ് നിക്ഷേപകരുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.